സമയം നമുക്ക് വേണ്ടി നിൽക്കില്ല. നേരം പോയി നടകാളെ നേരം ആബയിൽ മാനത്താറായ കത്തിരി കൂത്തിരി 16 അതഞ്ഞിട്ട് മലയാള ഭാഷ പറഞ്ഞാൽ നല്ല രുചികരമായ സാധനം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ നാട്ടിലുള്ള ആട്ടിറച്ചി വറുത്തത് നമുക്ക് ഉണ്ടാക്കാം. അവിടെ റെഡിയായി. കണ്ടില്ലേ എന്നാരും പറയണ ഒരാളെ. അണ്ണാ നമ്മളിപ്പോൾ ആട്ടിറച്ചി വറക്കാനല്ലേ പോണേ, മുട്ട ഫ്രൈ ചെയ്യാൻ പോകും. അപ്പോൾ അണ്ണ ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്? എന്ത് കിട്ടിയ എന്തെങ്കിലുമൊക്കെ കഴിക്കും. നമ്മളെ അണ്ണൻ ഇവിടുത്തെ ഒരു കിടിലുമാണ്. അണ്ണൻ ഇതെല്ലാം ഈ ആട്ടിറച്ചി ആയാലും മറ്റുള്ള ഇറച്ചിയിലായാലും അണ്ണൻ വളരെ എക്സ്പീരിയൻസ് ആണ്. അണ്ണൻ കഴിച്ചിട്ടുണ്ട്. അണ്ണൻ ഇവിടുത്തെ പല ഭക്ഷണ ശൈലിയും അണ്ണന് പ്രത്യേകത വേറെയാണ്. അപ്പോൾ അണ്ണ നമുക്കിപ്പോൾ കട്ട് ചെയ്ത് തീർന്നു. ഓക്കെ, നമുക്കിത് കഴുകാം. അണ്ണ ഒരു കാര്യം ചെയ്യാം, ആ പാത്രം ഇങ്ങ് എടുക്കുമോ? എടുക്കാം. ഓക്കെ, വെള്ളം ഉണ്ടോ അവിടെ? വെള്ളം ഇവിടെയുണ്ട്. നമ്മൾ ഇപ്പുറത്തിരിക്കുകയല്ലേ വെള്ളം. ഇതിനകത്ത് ബ്ലഡിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട്. പാചകം സ്വന്തമായിട്ട് അണ്ണ പാചകമൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ? ചെയ്തിട്ടില്ല. അത് ശീലിച്ചില്ല. ഓക്കെ, കൂട്ട് കുടുംബമായിട്ടൊക്കെ കിടന്നിടത്തെ ഒരു വീട്ടിൽ പേയ കിട്ടുന്നെങ്കിൽ അടുത്ത വേറെ വലിയമ്മയെ കൊച്ചമ്മയൊക്കെ തരും. അതാണ് ഈ പാചകം പഠിക്കാതെ പോയത്. വാസന അടിച്ചുകൊണ്ട് കിടക്കും തോന്നുന്നു. നമുക്ക് ഈ വേസ്റ്റുകൾ തിന്നാൻ ഒരു ജീവി പോലും വേണില്ലല്ലേ. കുരങ്ങനൊക്കെ ഇവിടെ വരുമോ? കുരങ്ങന്മാർ വരൂല്ലേ? ഇവിടെ ഞാൻ വന്നപ്പോൾ ഇതുവരെയും കുരങ്ങന്മാരെ കണ്ടിട്ടില്ല. ബുദ്ധിജീവിയാണ്. അപ്പോൾ അണ്ണ ആദ്യം കുറച്ച് കാര്യം ചെയ്യും. വെളുത്തുള്ളി കുറച്ച് വാരിയിടും. മതി ഇങ്ങനെ. ഓക്കെ, ഇതൊരു 50 ഗ്രാം വെളുത്തുള്ളിയാണ് നമ്മൾ കഴുകി. അണ്ണൻ പറ, പാൾപ്പേറ്റൊക്കെ പഠിച്ചിട്ടുണ്ടോ? കളരി പഠിച്ചിട്ടുണ്ടോ? ഗുസ്തി പഠിച്ചിട്ടുണ്ട്. കമ്പടി കളിയാ? അതെങ്ങനെയാണ് കമ്പി? നമ്മളിങ്ങനെ കോൽക്കളി തന്നെ. ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ ഈ വിരലുകളിലൊക്കെ തട്ടും ഭയങ്കര നൊമ്പലായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ അടിമറ കൊള്ളൂല. അടിമറ ആവശ്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. അപ്പൊ ഇഞ്ചി എണ്ണ, ഇഞ്ചി 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 കേട്ടാ, രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. അതൊക്കെ അറിയാം തന്നെ. പിന്നെ 3/4 കിലോ ഇറച്ചി മാത്രമേ, ഒരു 1/2 കിലോ 3/4 കിലോ ഇറച്ചി വരും. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനം നമ്മൾ ഇട്ടാൽ മതിയല്ലോ. ഒരു 50 ഗ്രാം ഇഞ്ചിയും നമ്മളിട്ട്. ഓക്കെ, ഇനി എന്നാ ആ ചുമന്നുള്ളിയില്ലേ? ആ ചുമന്നുള്ളി ഇഞ്ഞെടുക്കും. 150 ഗ്രാം ചുമന്നുള്ളി നമ്മൾ എടുക്കുകയാണ്. ഇതെല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ചതയ്ക്കാം. അണ്ണ ഡൈവ് അടിക്കുമോ? വെള്ളത്തിലൊക്കെ ഡൈവ് അടിക്കും. ഒരു ദിവസം അണ്ണൻ എനിക്കും കൂടെ അവിടെ ആറ്റിൽ നോക്കി ഡൈവ് അടിക്കാം. ഇങ്ങനെ മറിയണം, ആരാണ് നല്ല സ്പീഡിൽ ചെയ്യണമെന്ന് അറിയാം. അണ്ണ അതിലല്ല വീക്കായി പോകും. യോഗ ചെയ്യൂ, പത്മാസനത്തിലിരിക്കുമോ? ഒറ്റക്കാലിലിരിക്കുമോ? തലവുത്തര ഇപ്പൊ പറ്റില്ല. മുമ്പൊക്കെ ഞാൻ ഒറ്റക്കാലിൽ നിന്നിട്ട് മാറി തിരുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് ക്യാമറ എടുക്കണ അങ്ങനെ അന്തർ പോലെ അങ്ങനെയാണ് നിൽക്കുന്നത്. ശ്വാസം എടുത്ത് നിൽക്കും. തലവുത്തന്നെ നടന്നു പോകും. ഇപ്പൊന്നും പറ്റില്ലോ. ഇപ്പൊ നടന്നു നോക്കണം. ശ്വാസപ്പിടുത്താണ് ഇതെല്ലാം. അണ്ണ എന്തിനു പറഞ്ഞ ഇപ്പോഴേക്കല്ലേ നടക്കണ്ട. അണ്ണൻ എന്നെ തുറത്തി കഴി തരും. അണ്ണ ധൈര്യമായിട്ട് അണ്ണനെ ഇപ്പൊ നടത്തി കാണിച്ചു തരാം. ധൈര്യം. അപ്പൊ അണ്ണ ശാല മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി. സമയം പോണ്. സമയം നമുക്ക് വേണ്ടി നിൽക്കൂല. അണ്ണ ചെറിയ സ്പൂൺ. നേരം പോയി നടകാളെ നേരം ആബയിൽ മാനത്താറായ കത്തിരി കൂത്തിരി 16 ഉപ്പൂടെ ഉപ്പ്. അപ്പൊ ഞാൻ 1 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു. അപ്പൊ ഇനി അതേപോലെ ഇതിലൊരു 1/4 സ്പൂണ് ഉപ്പ് ചേർക്കണം. കാരണം ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. നമ്മൾ ഈ അളവ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അത്രത്തോളം. ശരിയല്ലേ അണ്ണ? ആവശ്യമനുസരിച്ച് അത് തന്നെ. അപ്പോൾ അണ്ണ ആൾ കിടിലാണ് ഇല്ലേ? അങ്ങനെയൊക്കെ കഴിഞ്ഞ് കൂടിയിട്ടുണ്ട്. ഓക്കേ അണ്ണാ, അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? കത്തിക്കിട്ടെ. അത് കത്തി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം,
ആദ്യം ചെറുതായിട്ട് കത്തിക്കാത്ത എന്താ എടുത്ത് കൈ അല്ല അല്ല അത് കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ തീയിട്ടുള്ളൂ. അല്ല കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചാൽ ഇത് വെന്ത് വരണ്ടേ. ആ അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ഇത് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മളത് ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഇത്രയും സാധനം ഇട്ട് മഞ്ഞപ്പൊടി, ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ശകലം കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കാം. മഞ്ഞപ്പൊടി വീഴുന്നത്. അപ്പോൾ കറിവേപ്പില നമ്മൾ എല്ലാ കറിക്കും ഏതൊരു കറി വെച്ചാലും നമ്മൾ സാധാരണ കറി ഉപയോഗിക്കും. കാരണം പ്രത്യേകിച്ചും മട്ടൻ എല്ലാം വയ്ക്കുമ്പോൾ കറിവേപ്പില മസ്റ്റായിട്ട് ഉപയോഗിക്കണം. നമുക്ക് ഇത് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇല്ലേണ്ണ? ആഹാ നല്ല മണമായി. ഈ മസാലയെല്ലാം മട്ടനിൽ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം വേണ്ട അണ്ണാ കുട്ടി കഴിഞ്ഞെടുക്കും. അപ്പം ഈർപ്പമൊക്കെ അങ്ങ് പോവില്ലേ? ആ അതിൻ്റെ ഈർപ്പം പോരാ. ഓ ഓ അണ്ണാ ഇത് വാരി വയ്ക്കാം അല്ലേ? ആ ശരി, നമുക്കിതിൽ വാരി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഓക്കെ കൈ തട്ടല്ലേ നോക്കി. അപ്പോൾ മറ്റുള്ള രണ്ടെണ്ണം കഴുകിയെടുക്കണം. മറ്റേ മുളകും വേണോ? കട്ടച്ചാവാലി, നെടുവാലി, കാരാവട, പരിപ്പുവട, ചീനാവലി പെട്ടി, അടിച്ചു പോകാൻ 3 ഒറ്റ കണ്ണത്തെ കെട്ട് കവലകളെ. നമ്മളിപ്പം ആട്ടിറച്ചി നല്ലവണ്ണം വേവിച്ച് വെച്ചു. റെഡി. മസാല മിക്സ് ചെയ്ത് നമ്മളിട്ടത് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം വേവിച്ച് മിക്സാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആട്ടിറച്ചി അതായത് മട്ടൺ എങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാം, അതിങ്ങനെ വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അണ്ണാ ചീനച്ചട്ടി എടുക്കും. ചീനച്ചട്ടി വെച്ചു. അപ്പോൾ എണ്ണ എടുക്കൂ. എണ്ണ ആവശ്യത്തിനുള്ള നമ്മൾ ഇതിൽ എണ്ണ ഒഴിക്കുകയാണ്. ഉണക്കമുളക് അവിടെ ഇരിക്കുന്നത് നോക്കണ്ട. തടി ഇഞ്ഞെടുക്കും. തടി പിച്ചാത്തി ഇങ്ങ് എടുക്കണേ. ഒരു 3-4 പച്ചമുളക് ഇഞ്ഞെടുക്കും. പച്ചമുളക് ഫ്രൈ ചെയ്തില്ലെങ്കിൽ ഇത്രയും കടുക് നമ്മൾ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ച ഉടനെ തന്നെ ഈ കറിവേപ്പിലയും ഈ പച്ചമുളകൊക്കെ നമ്മൾ ഇട്ടു. എണ്ണ ഇഞ്ഞെടുക്കും. ഈ മുളക് ഇട്ടു. നമ്മളിനി ഇറച്ചി ഇതിലേക്കിടുകയാണ്. അടപിടിക്കൂ. ചെറിയധികം മതി. ഫൈനലാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ശകലം കുരുമുളക്, ശകലം മുളക് പൊടി, ശകലം ഉപ്പ്, അതായത് മല്ലിപ്പൊടി, ശകലം മല്ലിപ്പൊടി ഇതിലിങ്ങനെ തൂറ്റിയിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനലായി. ഇതാ ഒരു 3/4 സ്പൂണ് മുളക് പൊടി. ഇതിപ്പോൾ ഇട്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടിയാണ്. 1/2 സ്പൂണ് മുളക് പൊടി. ഇനിയിപ്പോൾ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഉപ്പ് കുറവായതുകൊണ്ടാണ് കുറച്ചുകൂടെ ഉപ്പിട്ടു. ഇത്രയും നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ശകലം കറിവേപ്പില ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉഗ്രം ആട്ടിറച്ചി ആയിരിക്കാവുന്ന മലയാള ഭാഷ. ഒരുപാട് മൂപ്പിച്ചെടുത്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഇതിനെ മൂപ്പിച്ചെടുക്കുള്ളൂ, ഫ്രൈ ആയി വരുള്ളൂ. സാധാരണ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ കരിഞ്ഞിരിക്കും, ഒരു വേറെ രീതിയാണ്. വെന്ത് കാണില്ല. അല്ല, ഇതൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബക്കറ്റിൽ ചെറിയ ഒരു അതിഞ്ഞെണ്ണം ബക്കറ്റ് അതിഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് മട്ടൺ ഫ്രൈ റെഡിയായി. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അണ്ണ ഒരു ടേസ്റ്റ് നോക്കണ്ട. അപ്പോൾ ഞാനിത് കോരി വെക്കുകയാണ്. അടിപൊളിയാണ് അണ്ണാ. ശരി, കോരി വെക്കട്ടോ. ഓക്കെ അണ്ണാ, കൊള്ളാമെങ്കിലേ കൊള്ളാം. അടിപൊളി സാധനം. ഓക്കെ, ഇത് അണ്ണ വീട്ടിലുണ്ടാക്കി കൊടുക്കണേ എല്ലാവർക്കും. പഠിച്ചില്ലേ? ഞാൻ കഴിക്കല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആട്ടിറച്ചി കൊണ്ടുണ്ടാക്കിയ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഈ വറുത്ത ആട്ടിറച്ചി നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക, എത്രത്തോളം നന്നാവും, എത്രത്തോളം രുചിയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും രുചിച്ച് നോക്കിയിട്ട്, അത് നമ്മൾ ഇത് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. മലയാള ഭാഷ പറഞ്ഞാൽ നല്ല രുചികരമായ സാധനം.